ബി.ജെ.പി പ്രതി പ്രിജു മഹാദേവോട് ചേരുന്നത്. ശ്രീ പ്രിജു, തൃശ്ശൂർ പൂരം അത് ഏറ്റവും അടുത്തറിയുന്ന ഒരാൾ കൂടിയാണ് താങ്കൾ. തൃശ്ശൂർ പൂരത്തിൻ്റെ കാര്യത്തിൽ പോലീസിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളുടെയും ഒക്കെ ഇടപെടൽ അസ്വസ്ഥതകൾ സൃഷ്ടിക്കാൻ തുടങ്ങിയത് ആദ്യമായല്ല. വനംവകുപ്പിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ അങ്ങനെ പൂരവുമായി സഹകരിക്കുന്ന പൂരത്തിന് അടിസ്ഥാനപരമായി വേണ്ട ഏതൊരു വകുപ്പിൻ്റെ ആണെങ്കിലും ഒക്കെ എപ്പോഴും ഒരു ഉടക്ക് എവിടെയൊക്കെ ഒരു പ്രതിസന്ധി എപ്പോഴും എവിടെയൊക്കെ നേരിടാറുണ്ട്. അത് ഏറ്റവും പ്രത്യക്ഷമായി ഇന്നലെ രാത്രിയിൽ കണ്ടത് അനാവശ്യമായ പോലീസിൻ്റെ ഇടപെടൽ അവിടെ ഉണ്ടായിരിക്കുന്നു. അതിന് മുൻപില്ലാത്തൊരു നിയന്ത്രണം പോലീസ് പെട്ടെന്ന് കൊണ്ടുവരുന്നു. പിന്നീട് പൂര ചടങ്ങുകളായിട്ട് മുന്നോട്ട് പോകാൻ കഴിയാത്ത തരത്തിലേക്ക് വേദനാജനകമായ ഒരു നിലപാടിലേക്ക് ദേവസ്വങ്ങളെ എത്തിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി. അതിന് കുറച്ച് മുൻകൂടി പരിശോധിച്ചാൽ ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിനുള്ളിൽ ചെരുപ്പ് പാദരക്ഷ ഉപയോഗിച്ച് കയറുക എന്നത് ഏതൊരു വിശ്വാസിയെ സംബന്ധിച്ചും അവർക്കത് ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയുന്നതിൽ അത്തരത്തിൽ ഒരു വൈകാരികമായ വിഷയമാണത്. മാത്രമല്ല ഇത് വൈകാരികമായ വിഷയങ്ങളും ആചാരപരമായ അനുഷ്ഠാനങ്ങളും ഒക്കെ മാറ്റിവെച്ചാൽ പോലും അവിടെ ഹൈക്കോടതിയുടെ സുപ്രധാനമായ ഒരു വിധി കൂടി വടക്കുന്നാഥ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. അവിടെ പാദരക്ഷകൾ ഉപയോഗിച്ച് കയറാൻ പാടില്ലെന്ന് അത്തരത്തിൽ ഏറെ പ്രാധാന്യത്തോടുള്ളൊരു ഹൈക്കോടതി ഉത്തരവ് നിൽക്കുന്നു. ആചാരാനുഷ്ഠാനങ്ങൾ പ്രത്യേകം നിൽക്കുന്നു. ഒന്നും കാര്യമായി എടുക്കാൻ പോലീസിന് കഴിയാത്തത് അല്ലെങ്കിൽ വേണ്ട ഗൗരവ വിഷയങ്ങൾക്ക് കൊടുക്കാത്തതിൻ്റെ പിന്നിൽ എന്താണെന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? തീർച്ചയായും ഒരു നാടിന്റെയും ഒരു ജനതയുടെയും ആത്മാവിഷ്കാരത്തിന്റെയും ആനന്ദത്തിന്റെയും ഉത്സവമായിട്ടാണ് തൃശ്ശൂർ പൂരം ലോകം മുഴുവനുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കണ്ണിനും കാതിനും ആനന്ദം നൽകുന്ന വർണ്ണാഭമായ കാഴ്ചകൾ നൽകുന്ന പൂരമാണ്. സ്വാഭാവികമായിട്ട് കഴിഞ്ഞ ഒരു മാസമായിട്ട് ഒരു പൂരപ്രേമി എന്ന രീതിയിലും തൃശ്ശൂർക്കാരൻ എന്ന രീതിയിലും ഒക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും അഭിമാനം തോന്നുന്ന ഒരു സംവിധാനം എന്ന് പറയുന്നത് തൃശ്ശൂർ പൂരം തന്നെയാണ്. കാരണം ഒരു നാടിന്റെ ജനതയുടെ പാരമ്പര്യത്തിന്റെ പൈതൃകത്തിന്റെ സംസ്കാരത്തിന്റെ കാര്യങ്ങളെ കൃത്യമായിട്ട് നടപ്പിലാക്കുന്ന ഒരു പദ്ധതി പോലെയാണ് തൃശ്ശൂർ പൂരം നമ്മൾ കാണാറ്. സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഇവിടെ സർക്കാരിനൊന്നും പ്രത്യേകിച്ച് വലിയ റോഡൊന്നുമില്ല. തിരുവമ്പാടിയുടെയും പാറമേക്കാവ് ദേവസ്വത്തിന്റെ കീഴിൽ വർണ്ണാഭമായിട്ട് നടത്തുന്ന അതിനകത്ത് ഞാൻ പറയുന്നു ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള നമ്മൾ പൂരം കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന കടലാസ് പെറുക്കൽ മുതൽ കുടമാറ്റവും ഇലഞ്ഞിത്തറ മേളമായിക്കോട്ടെ പഞ്ചവാദ്യമായിക്കോട്ടെ എല്ലാ കാര്യങ്ങളിലും ജനകീയമായിട്ടുള്ള ഇടപെടൽ നടത്തുന്നതാണ് തൃശ്ശൂർ പൂരം. സ്വാഭാവികമായിട്ട് നമുക്കറിയാം കുറച്ചു കാലങ്ങളായിട്ട് ഈ തൃശ്ശൂർ പൂരത്തിന് നേരെ നിരന്തരമായിട്ടുള്ള ആക്രമണങ്ങളാണ് മാറി മാറി വരുന്ന സർക്കാരുകൾ നടപ്പിലാക്കുന്നത്. ഒന്നാമത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം തിരുവമ്പാടിയും പാറമേക്കാവ് ദേവസ്വം ഇപ്പോഴും ഇവരുടെ പൂർണ്ണമായിട്ടുള്ള സർക്കാർ കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല. കാരണം നാട്ടുകാരുടെ ജനകീയമായിട്ടുള്ള ചെറുത്തുനിൽപ്പ്, അതുപോലെ തന്നെ ഈ പാരമ്പര്യവും പൈതൃകവും ഏതെങ്കിലും ഒരു സർക്കാരിന്റെ ഭാഗമാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് കേരളത്തിൽ ഉറച്ചു പറയുന്ന രണ്ട് ദേവസ്വങ്ങളാണ് തിരുവമ്പാടിയും പാറമേക്കാവും. അപ്പൊ സ്വാഭാവികമായിട്ട് ഭരണകൂടങ്ങൾക്ക് കൃത്യമായിട്ട് ഈ രണ്ട് ദേവസ്വത്തിനോട് കൃത്യമായിട്ട് നമുക്കറിയാം അവർക്ക് അസ്വാരസ്യങ്ങളുണ്ട്. അത് എല്ലാ സമയത്തും അവർ പ്രകടിപ്പിക്കാറുണ്ട്. ഈ പൂരത്തിനോടനുബന്ധിച്ച് നമുക്കറിയാം ഈ പാറമേക്കാവിന്റെ ദേവസ്വത്തിന്റെയൊക്കെ സ്റ്റാളുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ രീതിയിലുള്ള കോടിക്കണക്കിന് രൂപയുടെ കൊട്ടേഷൻ കാര്യങ്ങളാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് സ്വാഭാവികമായിട്ട് പറയാറ്. അതുമായി വേണ്ടിയുള്ള തർക്കങ്ങളൊക്കെ നമുക്കറിയാം. ആ തർക്കങ്ങൾ എല്ലാ സമയത്തും ഈ രണ്ട് ദേവസ്വങ്ങളെ ബുദ്ധിമുട്ടിക്കാനുള്ള ശ്രമം നിരന്തരമായി നടത്താറുണ്ടെങ്കിലും ഒരു ജനകീയ പൂരം എന്ന രീതിയിൽ ഇതിന് കൃത്യമായിട്ട് നടപ്പിലാക്കുന്ന രണ്ട് ദേവസ്വങ്ങളാണ് പാറമേക്കാവും തിരുവമ്പാടിയും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇന്നലെ നടന്നത് സത്യത്തിൽ കേരളത്തിലല്ല ലോകത്തിന്റെ ഈ സംസ്കാരത്തെയും പൈതൃകം സ്നേഹിക്കുന്ന ആളുകൾക്കൊക്കെ തന്നെ തല താഴ്ത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഒരു തൃശ്ശൂരിന്റെ ഈ ഒരു പാരമ്പര്യത്തിന്റെയും ചരിത്രത്തിന്റെയും ഒക്കെ പശ്ചാത്തലം നോക്കുന്ന സമയത്ത് ആദ്യമായിട്ട് തൃശ്ശൂർ പൂരം നിർത്തിവെക്കേണ്ട സാഹചര്യത്തിലേക്ക് ഈ കേരളത്തെ മാറ്റിയിരിക്കുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് ഇപ്പൊ ഇവര് സ്വാഭാവികമായിട്ട് ഒരു കമ്മീഷണറുടെ പേര് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കമ്മീഷണറാണ് അല്ലെങ്കിൽ നയചാതുര്യമില്ലാത്ത പോലീസുകാരുടെ ഇടപെടലാണെന്ന് പറയുന്നു. അത് തികച്ചും തെറ്റാണ്. ഇവിടെ കൃത്യമായിട്ട് നമുക്കറിയാം ഇന്നലെ സത്യത്തിൽ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട ഒരു പോലീസ് രാജാണ് ഉണ്ടായിരുന്നത്. കാരണം ലക്ഷക്കണക്കിന് ആളുകൾ വരുന്നത് ഈ പൂരം ആസ്വദിക്കാനാണ്, റൗണ്ടിൽ വന്നൊന്ന് ഇരിക്കാനാണ്, ഇലഞ്ഞിത്തറ മേളം കേൾക്കാനാണ്, കണ്ണിനും കാതിനും വർണ്ണാഭമായ കാഴ്ചകൾ കാണാനാണ്. അപ്പൊ ഇതൊരു മനുഷ്യന്റെ മണിക്കൂറുകൾ ഈ പൊരു വെയിലത്തും അവൻ വന്ന് അവിടെ ആനന്ദ ലഹരിയിൽ ആറാടുമ്പോൾ അവന് നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ട് അവനെ പുറത്താക്കണം. ഈ പൂരം ആർക്ക് വേണ്ടിയിട്ടാ? ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ? ജനങ്ങളില്ലാതെ എന്ത് പൂരമാണ്? അപ്പൊ സ്വാഭാവികമായിട്ട് ഇവിടെ പോലീസ് സംവിധാനം ചെയ്യുന്നത് ഈ പൂരം കാണാൻ വരുന്ന ആളുകളെ രാവിലെ മുതൽ ബുദ്ധിമുട്ടിക്കുന്നു. വലിയ വലിയ ബാരിക്കേഡുകൾ നിർമ്മിച്ചുകൊണ്ട് ജനങ്ങളെ പൂരത്തിൽ നിന്ന് അകറ്റാനുള്ള ആസൂത്രിതമായ ശ്രമം നടക്കുന്നു. സ്വാഭാവികമായിട്ട് നമുക്ക് എന്തൊരു വെയിലാണ്. ആ വെയിലിനെ ഒക്കെ മാറ്റിക്കൊണ്ട് പല ഭാഗത്തു നിന്നും ലോകത്തിന്റെ നാനാദിക്കിൽ നിന്നും ആളുകൾ വരികയാണ്. അപ്പൊ രാവിലെ മുതൽ പോലീസ് നിരന്തരമായിട്ട് ജനങ്ങളെ പൂരപ്രേമികളെ ദ്രോഹിക്കുന്ന നിലപാടായിരുന്നു രാവിലെ ഉണ്ടായിരുന്നത്. ഉച്ച സമയമായ സമയത്ത് ഈ കളക്ടറും പോലീസ് കമ്മീഷണറും ഭരണകൂടവും ലോ ആർഡർ കൃത്യമായിട്ട് ആദ്യമായിട്ടുള്ള സമിതികളിൽ ഇരുന്ന് തീരുമാനിച്ച കാര്യങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് പിന്നീട് നിയന്ത്രണം കൊണ്ടുവരുന്നത്. നമുക്കറിയാലോ 1 മണി വരെ പടത്തിൽ വരവുമായി ബന്ധപ്പെട്ട് വരവുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായിട്ട് നിയന്ത്രണങ്ങൾക്ക് 1 മണി വരെ നിയന്ത്രണങ്ങളില്ല, ജനങ്ങൾക്ക് എല്ലാവർക്കും പങ്കെടുക്കാം എന്ന് തത്വത്തിൽ അംഗീകരിച്ചിരുന്നു.
എന്നാൽ പിന്നീടാണ് ഒരു സുപ്രഭാതത്തിൽ നമ്മുടെ വരവ് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഇവർ ഇടപെടുകയാണ്. ഈ അവിടെയാണ് വരവിടത്തേക്ക് പിണ്ടു ആളുകൾ പ്രശ്നം. അവിടെയാണ് പിണ്ടു പ്രധാന പ്രശ്നം. ഈ പൂരം എന്നത് ഒരൊറ്റ ദിവസം കൊണ്ട് തീരുമാനിക്കുന്നതല്ല. ഇത് ദിവസങ്ങൾക്ക് മുൻപ് നടക്കുന്ന ആലോചനകൾ, അല്ലെങ്കിൽ വർഷങ്ങളായി നടന്നു വരുന്ന ആചാരാനുഷ്ഠാനങ്ങളുണ്ട്, അതിൻ്റെ ചടങ്ങുകളുണ്ട്. മാത്രമല്ല ഏതൊക്കെ തരത്തിൽ നിയന്ത്രണങ്ങൾ നടത്തണമെന്നത് അതും ഒരൊറ്റ നിമിഷം കൊണ്ട് സ്വിച്ചിട്ട പോലെ തീരുമാനിക്കുന്നതല്ല. ദിവസങ്ങൾക്ക് മുൻപ് തന്നെ നിശ്ചയിക്കപ്പെടുന്നതാണ്. എവിടെയൊക്കെയാണ് ആളുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്, തിരക്കെങ്ങനെ നിയന്ത്രണപ്പെടുത്തണമൊക്കെ പോലീസും ദേവസ്വം ഭാരവാഹികളും ഭക്തജന സംഘടനകളും ഒക്കെ കൂടി ആലോചിച്ച് തീരുമാനിക്കുന്നതാണ്. പിന്നെ പെട്ടെന്നൊരു നിമിഷം ഒരു കമ്മീഷണർക്ക് അങ്ങ് തോന്നുകയാണ് ഇവിടേക്ക് ആളുകളെ ആരും പ്രവേശിപ്പിക്കേണ്ട, അവിടെ അങ്ങ് തടഞ്ഞേക്കാം ആളുകളെ. അങ്ങനെ ഒരാൾക്ക് മാത്രം തോന്നിയാൽ, അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥന്റെ മാത്രം പിടിപ്പുകേട് കൊണ്ടോ അല്ലെങ്കിൽ ഒരു നിർദ്ദേശം കൊണ്ടോ മാത്രം നടക്കുന്ന കാര്യമൊക്കെയാണോ ഇത്? ആരോടാണ് ഇതൊക്കെ പറയുന്നത് പിണ്ടു? അല്ല, ഇതിൽ കൃത്യമായിട്ട് ഒരു രാഷ്ട്രീയ ഇടപെടൽ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ കൃത്യമാണ്. കാരണം നമുക്കറിയാം, ഈ തിരുവമ്പാടിയുടെയും പാറമേക്കാവിന്റെ ദേവസ്വത്തിൽ ഒരു രാമപട്ടാഭിഷേകവുമായി ബന്ധപ്പെട്ട് രാംലല്ലയുടെ വരവൊക്കെ നമ്മൾ കൃത്യമായിട്ട് ആസ്വദിച്ചതാണ്. തൃശ്ശൂരിലെ മുഴുവൻ ആളുകളും ആ രാംലല്ലയുടെ വരവും ആ കാണുന്ന സമയത്ത്, കുടമാറ്റ സമയത്ത് കാണുന്ന സമയത്ത് ആ ലഹരി നമ്മൾ കണ്ടതാണ്. അതിൽ ആനന്ദ ലഹരിയിൽ ആറാടിക്കൊണ്ട് ജയശ്രീരാം വിളിക്കുന്ന ഒരു വലിയ സവിശേഷ സാഹചര്യം കൂടി തൃശ്ശൂർ ഉണ്ടാകുന്നു. അപ്പോ അതിനുള്ളൊരു ചങ്കൂറ്റം കൂടി രണ്ട് ദേവസ്വങ്ങളോട് കാണിക്കുന്നുണ്ട്. ഇപ്പൊ രാംലല്ലയും രാമനെയും നാഴികയ്ക്ക് 40 വട്ടം ചീത്ത പറയുന്ന കേരളത്തിൽ രണ്ട് തിരുവമ്പാടി ദിവസവും പാറമേക്കാവ് ദിവസവും അഭിമാനത്തോടു കൂടി രാംലല്ലയുടെ പടമെടുത്തുകൊണ്ട് കുടമാറ്റത്തിൽ ഞാൻ അഭിമാനത്തോടു കൂടി രാമന്റെ പന്താവിനെ അവർ സ്മരിക്കുന്നു. ആ ഒരു സാഹചര്യത്തിന്റെ പശ്ചാത്തലം കൂടി നമ്മൾ മനസ്സിലാക്കണം. പിന്നീട് കാണുന്നത്, ഈ ഓർഡറിട്ട കമ്മീഷണർ പിന്നീട് 2 മണിക്ക് ശേഷം 1 മണിക്ക് ശേഷം അദ്ദേഹത്തിന് നിലവിൽ കിട്ടാനില്ല. അങ്ങനെയാണല്ലോ, ഒരു വിഷയം ഉത്തരവിട്ട ആളുമായി സംസാരിക്കാനുള്ള സാഹചര്യം വേണം. പിന്നീടാണ് കളക്ടറും സുരേഷ് ഗോപി അടക്കമുള്ള ആളുകൾ കൃത്യമായി ഇടപെടുന്നത്. ഒരു സംശയം വേണ്ട, സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി ഇടപെടലാണ് ഈ പൂരത്തെയും ഈ വെടിക്കെട്ടിനെയും പൂർത്തീകരിച്ചുകൊണ്ട് തൃശ്ശൂർ പൂരം സത്യത്തിൽ ഈ രീതിയിലേക്ക് സമാപിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണക്കാരൻ സുരേഷ് ഗോപി. അദ്ദേഹത്തിന്റെ നയചാതുര്യത്തോടു കൂടിയുള്ള ഇടപെടൽ അറിയോ, തിരുവമ്പാടി ദേവസ്വത്തിനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം അവരെ സംബന്ധിച്ച അപമാനത്തിന്റെ പടുകുഴിയിലേക്കാണ് അവർ വീണത്. അത്രമാത്രം അവർ അപമാനിക്കപ്പെട്ടിട്ട് നമുക്കറിയാലോ. ആചാരാനുഷ്ഠാനങ്ങളെ കൃത്യവും ശാസ്ത്രീയമായിട്ട് ഇന്നും അണുവീട തെറ്റാതെ കൊണ്ടുപോകുന്ന 2 ദേവസ്വങ്ങളാണ്. അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ അതുമായി ബന്ധപ്പെട്ടുള്ള വാദ്യ കലാകാരന്മാർക്കായിക്കോട്ടെ, അതുപോലെ കുത്തുകളൊക്കെ കൊണ്ടുപോകുന്ന വാര്യരെ അടക്കം ദ്രോഹിക്കുന്നു. മനസ്സിലാക്കണം. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട കുത്തുവിളക്കുമായി പോകുന്ന വാര്യരെ അടക്കം പോലീസ് ഉപദ്രവിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. സ്വാഭാവികമായിട്ട് അതിന്റെ പ്രതിഷേധം എന്ന രീതിയിലാണ് തിരുവമ്പാടി. അതാണ് ഒറ്റ കാര്യം കൂടി, ഈ പോലീസിന്റെ അനാവശ്യമായ ഇടപെടൽ, നിയന്ത്രണം എന്നൊക്കെ അങ്ങനെ വൈഡായിട്ട് പറഞ്ഞു പോവുകയാണ് പലപ്പോഴും. നമുക്കും അതിന്റെ യഥാർത്ഥ വശങ്ങളിലേക്ക്, എങ്ങനെയാണ് അവിടേക്ക് ഈ നിയന്ത്രണം വന്നത്, ഈ പ്രശ്നം ഉണ്ടായത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത. അതുകൊണ്ട് പിന്നീട് ഈ കാര്യങ്ങൾ നേരിട്ട് അറിയാവുന്ന ആളായതുകൊണ്ട് ആ കാര്യത്തിലൊരു വ്യക്തത പ്രേക്ഷകർ കൂടി വേണ്ടതുകൊണ്ട്, എങ്ങനെയാണ് ഇന്നലെ രാത്രി 1 മണിക്ക് ശേഷം അവിടെ കാര്യങ്ങൾ മാറി മറയുന്നത്? എന്തൊക്കെയാണ് പോലീസ് നടപ്പിലാക്കാൻ ശ്രമിച്ച ആ നിയന്ത്രണങ്ങൾ? എങ്ങനെയാണത് പൂരത്തിന്റെ നടത്തിപ്പിന് വലിയ വെല്ലുവിളിയായി, ഒരു പ്രതിസന്ധിയായി മാറിയിട്ടുണ്ട്? അതൊന്ന് വളരെ വേഗം ഒന്ന് ചുരുക്കി പറഞ്ഞാൽ അതിൽ കാര്യത്തിൽ എല്ലാവർക്കും ഒരു വ്യക്തത വരും. കാരണം പോലീസിന്റെ ഇടപെടൽ നമ്മളിങ്ങനെ പറയുകയല്ല, എന്തൊക്കെയാണ് പോലീസ് ചെയ്തതെന്ന് എണ്ണമിട്ട് പറയേണ്ട ഒരു സാഹചര്യമുണ്ട് പിണ്ടു. അത് സ്വാഭാവികം. ഈ പൂരത്തിനെ സംബന്ധിച്ചിടത്തോളം പൂരം എല്ലായ്പ്പോഴും വരവായിക്കോട്ടെ, അതിന്റെ ഓരോ കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള ആൾക്കൂട്ടമാണ് അതിനെ നിയന്ത്രിക്കുന്നത്. ആൾക്കൂട്ട നിയന്ത്രണം എന്ന് പറഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട്, വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായിട്ട് വരുന്നൊരു ജനതയുണ്ട്. ആ ജനതയുടെ വികാരമാണ് മഠത്തിൽ വരവായിക്കോട്ടെ, ഇളഞ്ഞിത്തരം വേണമായിക്കോട്ടെ, പഞ്ചവാദി വഴി പോലീസ് ഇടപെടുന്നത്. മഠത്തിൽ വരവുമായി ബന്ധപ്പെട്ട് കൃത്യമായി മഠത്തിൽ വരവിന്റെ ആനയെ അദ്ദേഹം തടയുന്നു, ആളുകളെ തടയുന്നു. അതിന്റെ നാമമാത്രമായിട്ടുള്ള ആളുകൾക്ക് പ്രവേശിച്ചുകൊണ്ട് നമ്മൾ ഈ ആചാരങ്ങളെ നാമമാത്രമാക്കിക്കൊണ്ട് ആ രീതിയിലേക്ക് മാറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്നു. സ്വാഭാവികമായിട്ട് ആചാരാനുഷ്ഠാനങ്ങൾ പാലിക്കാനുള്ള കാര്യങ്ങളെ തടയുന്ന പോലീസ് സംവിധാനമാണ് അവിടെ ഉണ്ടാവുന്നത്. അപ്പൊ നിയന്ത്രണം ഇവർ പറയുന്നത് വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങളിലേക്കാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നതാണ് പറയുന്നത്. പക്ഷേ തത്വത്തിൽ 1 മണിക്ക് പറഞ്ഞിരുന്നു. നമുക്കറിയാം, തൃശ്ശൂർ പൂരമാകുന്ന സമയത്ത് പണ്ട് കാലത്തൊക്കെ റൗണ്ടിനകത്തായിരുന്നു ആളുകൾ നിന്നിരുന്നത്. ഓരോ ആളുകളും ഉത്തരവാദിത്വത്തോട് പെരുമാറുന്ന സംവിധാനം തൃശ്ശൂർ, അത് പോലീസ് സംവിധാനം മാത്രമല്ല, ഓരോരുത്തരും എന്റെ പൂരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരവാദിത്വത്തോട് കൂടിയിട്ട് പെരുമാറുന്ന പൂരമാണ്. സ്വാഭാവികമായിട്ട് നമുക്കറിയാലോ, റൗണ്ടിനകത്ത് വർഷങ്ങളായിട്ട് ഒരാൾ പോലും നിൽക്കാറില്ല. പണ്ട് റൗണ്ടിനകത്താണ് വെടിക്കെട്ട് കണ്ടിരുന്നത്. 1 മണിയോട് കൂടി വരുന്ന, നമുക്കറിയാലോ, നമ്മൾ ഈ മഠത്തിൽ വരവെന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട ട്രഡീഷണൽ വരവാണ്. ഈ വരവുമായി ബന്ധപ്പെട്ട ആളുകളില്ലാതെ എന്ത് മഠത്തിൽ വരവാണ്, ആനയില്ലാതെ എന്ത് മഠത്തിൽ വരാണ്, കുത്തുവിളക്ക് ഇരിക്കുന്ന വാരില്ലാതെ എന്ത് മഠത്തിൽ വരവാണ്? നമ്മൾ മനസ്സിലാക്കണം, ഇതൊരു ട്രഡീഷണൽ അല്ലേ. ഈ ആചാരവും വിശ്വാസങ്ങളും ജനങ്ങളും കൂടി ചേർന്നാണ് ഉത്സവം. അതിനപ്പുറത്ത് ഈ പൂരങ്ങൾ എന്ന് പറയുന്നതാണ് ആചാരം, വിശ്വാസം, അനുഷ്ഠാനങ്ങളും ജനങ്ങളെ കാണിക്കാനും ജനങ്ങളെ അത് ഉൾക്കൊള്ളാനും വേണ്ടിയിട്ടാണ്. അതിനപ്പുറത്ത് പ്രതീകാത്മകമായിട്ട് വെടിക്കെട്ട് മാത്രം കാണുക എന്നുള്ളതല്ലോ പൂരത്തിന്റെ ഒരു ലക്ഷ്യം. അതതിന്റെ അവസാന ഘട്ടം എന്ന രീതിയിലാണ് ചെയ്യുന്നത്. അപ്പൊ ആചാരാനുഷ്ഠാനങ്ങളെ കൃത്യമായിട്ട് വരുന്നു എന്നുള്ള, ഞാൻ സിമ്പിളായി പറഞ്ഞത്, നമ്മൾ ഏറ്റവും അറിയാലോ, നമ്മുടെ എല്ലാ പൂരങ്ങളുടെയും വീട്ടിലുള്ള കൊടിവിളക്കുമായി പിടിച്ചു നിൽക്കുന്ന വാരിക്ക് പോലും അടി കിട്ടുന്ന സാഹചര്യം. അപ്പൊ അതിനർത്ഥം എന്താണ്? ഞങ്ങൾ നിശ്ചയിക്കും
നിശ്ചയിക്കുന്ന രീതിയിൽ നിങ്ങൾ പൂരം നടത്തിക്കോ എന്ന് പോലീസ് പറയുന്നു. പോലീസ് നിയന്ത്രണങ്ങൾ നടത്താനുള്ള ഒരു സംവിധാനമൊന്നുമില്ലല്ലോ, പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് ഒന്നുമല്ലല്ലോ. അതിനനുസരിച്ച് ഇവിടെ ആചാരങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്, കൃത്യമായിട്ട് ഓരോ കാര്യങ്ങൾ ഇടപെടില്ല. രണ്ടാമത്തെ കാര്യം, ഈ പോലീസ് സംവിധാനം മുഴുവൻ വന്ന് വരുന്നത് കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ പൊതുവെ കാണുന്ന ഈ പോലീസ് സംവിധാനം, പോലീസുകാർക്ക് പൂരം കാണുക എന്നുള്ളതല്ലല്ലോ, ജനങ്ങൾക്ക് പൂരം കാണുക എന്നുള്ളതാണല്ലോ. നിങ്ങൾ നോക്കിയാൽ മതി, ഈ കേരളത്തിലെ മുഴുവൻ പോലീസുകാർ, ആവശ്യത്തിലധികം പോലീസുകാർ അവിടെ ഉണ്ട്. പക്ഷെ പല ആളുകൾക്ക് ഇന്നലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം ഈ ആനയ്ക്ക് വനിതാ പോലീസിന് ഡ്യൂട്ടി നിശ്ചയിച്ചു കൊടുക്കുക. നമ്മൾ മനസ്സിലാക്കണം, കേരളത്തിൽ ആനയുടെ അപ്പുറത്ത് റൈറ്റിലും ലെഫ്റ്റിലും വനിതാ പോലീസിനെ നിർത്തിക്കൊണ്ടുള്ള ഡ്യൂട്ടി നിശ്ചയിക്കുന്ന രീതിയിലേക്ക്. തൃശ്ശൂർ മാത്രമല്ല, ഇത് ഒരു ദേവസ്വത്തിനും കേരളത്തിലെ സർക്കാർ നിയന്ത്രണമുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണെങ്കിൽ പോലും അവർക്ക് സ്വന്തമായി ഇത്തരം ആചാരാനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട് തീരുമാനം എടുക്കാൻ പലപ്പോഴും പോലീസ് സമ്മതിക്കുന്നില്ല. അതിനൊക്കെ ശബരിമല പലപ്പോഴും ഒരു ഉദാഹരണമാണ്.